അങ്ങനെ 3 മാസത്തെ ദുബായ് ജീവിതം കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും നാട്ടിലേക്ക് വരുവാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ ഒക്ടോബറിൽ ദുബായിൽ പോയിട്ട് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. ഒരു 1 മന്ത് നാട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നാണ് പ്ലാൻ. ദുബായിലേക്ക് വരുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയില്ലാത്ത വിഷമം തീർക്കാൻ വേണ്ടി വിൻഡോ സീറ്റ് മനഃപൂർവ്വം ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എയർ ഇന്ത്യ ആയിരുന്നു ഫ്ലൈറ്റ്, അതുകൊണ്ട് തന്നെ ഫ്രീ മീൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോൺ വെജ് മീലായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് കിട്ടിയ സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നോർമൽ ഹോട്ടൽസ് നിന്ന് കഴിക്കുന്നതിനേക്കാളും ഫ്ലൈറ്റിൽ കയറി കഴിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കണമല്ലോ. എന്തായാലും ഫസ്റ്റ് റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ചിക്കനാണ്, നോൺ വെജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസ്ത ഉണ്ടായിരുന്നു, ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബണ്ണ് ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ റൈസ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസും ചിക്കൻ കറിക്കും. ഈ പാസ്ത കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റം നല്ലായിരുന്നു കേട്ടോ, അതും ഞാൻ കഴിച്ചു. ഇനി ലാസ്റ്റ് നമ്മുടെ ഡെസേർട്ട് ഒരു കേക്കായിരുന്നു, കോഫി ഫ്ലേവേർഡ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഫേസിൽ കാണുന്നത്. നല്ല ഫുഡുമായിരുന്നു. പിന്നെ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഞാൻ കോഫി മേടിച്ചു, പെപ്സി മേടിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോ, ക്ലൈമറ്റ് അത്ര ശരിയല്ല, ജെർക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് കേട്ടപ്പോഴേ ഞങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ ഒന്ന് മുറുക്കി. കുറച്ച് കഴിഞ്ഞല്ലോ ഓക്കെ. അതിനിടയ്ക്ക് ഫ്രണ്ട് സീറ്റിലൊരു കുഞ്ഞു കുറുമ്പി ഉണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുകയും ഞങ്ങളുടെ അടുത്ത് വന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തി. പിന്നെ ഒരു അൽഫാമും അടിച്ച് നേരെ വീട്ടിലേക്ക്.